അഞ്ജലി, നീ ഇന്ന് ഓഫീസിൽ പോകണ്ട. എന്റെ അനിയത്തി വരുന്നുണ്ട്, അപ്പൊ അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. സോറി അമ്മ, എനിക്ക് പറ്റത്തില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, ഞാൻ ലീവ് എടുത്തേനെ. ഇനിയിപ്പൊ എനിക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ആഹാ, അപ്പൊ അവൾക്ക് ആര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും? ആർക്കാണോ കഴിക്കണ്ടേ ആ ആള് കയറി ഫുഡ് ഉണ്ടാക്കട്ടെ. അമ്മയുടെ അനിയത്തിയല്ലേ വരുന്നത്, അമ്മ തന്നെ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കിക്കോ. എനിക്കെന്തായാലും സമയമില്ല. ആ, ഒന്നോർത്താ വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. പെണ്ണ് കാണാൻ വന്നപ്പം നിന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് തിരക്കിയില്ല. അതിന്റെ പോരായ്മയൊക്കെ ഉണ്ട്. അത് ശരിയാ, പെണ്ണ് കാണാൻ വന്നപ്പോഴേ നിങ്ങളുടെ നാക്കിന്റെ അളവെടുക്കാൻ ഞാനും മറന്നുപോയി. എങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുത്തില്ലായിരുന്നു. ഓ, ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഒരു വല്ലാത്ത സ്വഭാവം. ആ, വന്നോ? ദേ ഇതാ എന്റെ മരുമോള്. ഭയങ്കര വണ്ണമല്ലേ, ഒരുമാതിരി പന്നിക്കുട്ടികളൊക്കെ ഇരിക്കും അല്ലേ? അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നുന്നറിയാവോ? നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല ഫുഡും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഞാനത് വാങ്ങിച്ച് കഴിച്ചിട്ടുമുണ്ട്. നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയും പട്ടിണി കിട്ടത് എൻ്റെ കുഴപ്പമല്ല. ആയ കാലത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങൾ തിന്നാതിരുന്നതും എൻ്റെ പ്രശ്നമല്ല. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവർ നോക്കുമ്പോൾ ഇത് ഭയങ്കര വണ്ണം അല്ലെ പന്നിക്കുട്ടി ആനക്കുട്ടി എന്നൊക്കെ തോന്നും. അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങൾ വളർന്നു വന്ന ജീവിത സാഹചര്യത്തിന്റെ കുറ്റമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവര് ഇതിനെ പന്നിക്കുട്ടി ആനക്കുട്ടി എന്നൊക്കെ വിളിക്കും. പക്ഷെ ഞങ്ങളെ പോലുള്ളവര് ഇങ്ങനെയുള്ളവരെ ചബി ഗേൾസ് എന്നാ പറയാറ്. നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല, ബുദ്ധിയും ബോധവും വേണ്ട. ശാപം. ചായ. അയ്യോ, ഇതെന്തോ മധുരവാടി ഇതിന്. നീ എന്തിനാ ഇത്ര മധുരം ഇട്ടേ? മധുര കൂടുതല്. മധുരം പോലും ഇടാത്ത ചായക്ക് മധുര കൂടുതലല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയതാ. ഇതില് മധുരം ഇല്ല. അതിന് ഞാനിതിൽ ആവശ്യത്തിന് മധുരം ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എവിടെയും ഒരിടത്തൊന്ന് ഉറച്ചു നിൽക്കേ, ഞാൻ ചായക്ക് മധുരം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ? അറിയത്തുമില്ല, ചുമ്മാ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നോളൂ അല്ലേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, കൂടുതലങ്ങ് വളച്ചിലെടുത്താൽ ഇതിനകത്ത് ഇനി ഞാൻ നാളെ തൊട്ട് വിമ്മ് കലക്കി തരും, പറഞ്ഞേക്കാം. അമ്മ എന്റെ ഫ്രണ്ട്സ് വന്ന് അവർക്ക് ചായ എടുക്ക്. നീ ആള് കൊള്ളാലോ, നിന്റെ ഫ്രണ്ട്സിന് ഞാൻ ചായ ഇട്ട് കൊടുക്കണം. നടന്നത് തന്നെ. എന്താ പ്രശ്നം? അമ്മയുടെ ഫ്രണ്ട്സ്, അമ്മയുടെ റിലേറ്റീവ്സ് ഇവരൊക്കെ വരുമ്പോ എന്നോട് പറയല്ലോ, മോളെ ചായ എടുക്ക്, മോളെ കഴിക്കാൻ എടുക്ക്. പിന്നെ നിങ്ങൾക്ക് എടുത്താൽ എന്താ? ചായ എടുക്കാൻ പറ്റൂ ഇല്ലയോ? ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. അങ്ങനെ മര്യാദയ്ക്കോ? അഞ്ജലി, ഈ ജോലി കഴിഞ്ഞ് വരുന്ന അവന് നിനക്ക് കുറച്ച് മനസ്സമാധാനം കൊടുത്തൂടെ? ഇന്നലെ എന്തോ വഴക്കായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ആ റൂമില്. അതോ ഓഫീസിലുള്ള ഒരു പെണ്ണുമായിട്ട് അമ്മയുടെ മോന് അവിഹിതം, അത് ഞാൻ ചോദിച്ചു. അതായിരുന്നു ഇന്നലത്തെ അടി. അത്രേ ഉള്ള കാര്യം. ആണുങ്ങളാകുമ്പം അങ്ങനെയൊക്കെയാ, അത് നമ്മള് വേണം അതൊക്കെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്. അമ്മ ഇപ്പൊ പറഞ്ഞത് ആമ്പിള്ളേർക്ക് എന്തും ആവാം, നമ്മൾ വേണം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്. ഇത് തന്നെ ഞാനും അവനോട് പറഞ്ഞത്. ഞാനും ഒരു റോങ് ആയിട്ടുള്ള ഒരു അഫെയറിലോട്ട് പോയാൽ എന്താന്നാ വിചാരിക്കുന്നത്. അത് ഞാൻ അവനോട് പറഞ്ഞപ്പം അതവന് പറ്റത്തില്ല. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്താ അമ്മയുടെ നാക്കിറങ്ങിപ്പോയോ? മോൻ എന്തു ആവാം, മരുമോക്കൊന്നും പറ്റത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം, എൻ്റെ അച്ഛൻ എന്നെ ഇപ്പൊ പിക്ക് ചെയ്യാൻ വരും. നിങ്ങൾ നിങ്ങളുടെ മോനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇരുന്നു.